ശ്രീകുമാർ വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ദേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുന്നേറ്റം സൃഷ്ടിക്കാൻ പോകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായി. അപ്പൊ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഇവിടെ പൊളിറ്റിക്കൽ വോട്ട് വരുന്നത് ജില്ലാ പഞ്ചായത്തിലാണ്. 7 ജില്ലാ പഞ്ചായത്തിൽ LDF-ഉം 7 ജില്ലാ പഞ്ചായത്തിൽ UDF-ഉമാണ്. ഈ 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഞങ്ങൾക്ക് 6.37% വോട്ടിന്റെ വർധനവാണ് ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 33.6% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 39.97 40% വോട്ടായിട്ട് മാറി. എന്നാൽ UDF-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 45.4% ഉണ്ടായിരുന്നത് ഇപ്പോൾ 2.19% കുറഞ്ഞ് 43.21% കുറഞ്ഞു. BJP-ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായി, 19.40% വോട്ടുണ്ടായി. അത് 3.34% വോട്ട് കുറഞ്ഞ് 16.06. അതായത് BJP-ക്ക് 3.5% വോട്ട് കുറഞ്ഞു, UDF-ന് 2.5% വോട്ട് കുറഞ്ഞു, LDF-ന് 6.5% വോട്ട് കൂടി. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്കൽ വോട്ട് കണക്ക് കൂട്ടുമ്പോൾ 17,35,715 വോട്ടിന്റെ വർധനവാണ് LDF-ന് ഉണ്ടായത്. അതായത് ഇപ്പോൾ LDF-ന്റെ വോട്ട് വിഹിതം 84,01,085 UDF-നെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ട് കുറയുകയാണ് ഉണ്ടായത്. LDF-ഉം UDF-ഉം തമ്മിലുള്ള ആകെ വോട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 6 ലക്ഷത്തിൽ ശിഷ്ടം വോട്ട് മാത്രമാണ്. ആ 6 ലക്ഷത്തിൽ 5,91,000 വോട്ടിന്റെ വ്യത്യാസം മലപ്പുറം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലുമുണ്ട് വ്യത്യാസം. ഈ 2 ജില്ലകളിലെ വ്യത്യാസം കണക്കുകൂട്ടിയ ഏകദേശം 8.5 ലക്ഷത്തോളം വരും. ആകെ 6 ലക്ഷം വോട്ടാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസങ്ങളെല്ലാം മറികടക്കാൻ ഈ 3-3.5 മാസത്തെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇപ്പോൾ എത്ര കണക്ക് കൂട്ടിയാലും നിങ്ങൾ ആകെ ലീഡ് ചെയ്യുന്നത് 89 മണ്ഡലങ്ങളിലാണ്. 110 മണ്ഡലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ലീഡ് ചെയ്തത്. ഈ 1.5 വർഷം കൊണ്ട് നിങ്ങൾ 110-ൽ നിന്ന് 81 കുറഞ്ഞു. ഞങ്ങൾ 19-ൽ നിന്ന് നേരെ 57 ഉയർന്നു. വലിയ വർധനവാണ് ഞങ്ങൾക്ക് നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ലോക്സഭയിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ കിട്ടിയത്. അതോടൊപ്പം തന്നെ 39 മണ്ഡലങ്ങളിൽ 10,000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസമാണ്. 1000 വോട്ടിന്റെ വ്യത്യാസമുള്ള 3 മണ്ഡലം, 2000 വോട്ടിൽ താഴെ വ്യത്യാസമുള്ള 7 മണ്ഡലം, അങ്ങനെ 39 മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഗവൺമെന്റിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട്, വൻകിട വികസിത രാജ്യങ്ങളെ വരെ പിന്നിലാക്കി നാം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ പോയി അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് സംവദിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ 39 മണ്ഡലങ്ങളുണ്ട് 10,000-ൽ താഴെ വോട്ടുള്ള ആ മണ്ഡലങ്ങളിലൊക്കെ മാറ്റം അനിവാര്യമാണ്. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റത്തോടെ തന്നെ ഈ കേരളത്തിന്റെ ഭരണം നിലനിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. നിങ്ങൾ വിസ്മയങ്ങൾ സ്വപ്നം കണ്ടു പോവുക, കൂടുതൽ സ്വപ്നങ്ങൾ കാണുക. ജനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്.